നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൻ്റെ കാരണങ്ങളൊക്കെ വിലയിരുത്തി തെറ്റുതിരുത്തലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കണ്ണൂരിൽ ഈ CPM-ൽ വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മുഖ്യ കാരണങ്ങൾ CPM സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റികളിലുമൊക്കെ പാടെ ചർച്ച ചെയ്ത് തകർക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ശൈലി, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ, EP ജയരാജൻ്റെ BJP ബാന്ധവം, പിന്നെ സാമ്പത്തിക ഇടപാടുകൾ, അങ്ങനെ പിന്നെ കൂടാതെ MV ഗോവിന്ദൻ്റെ നിലപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രധാനമായിട്ടും ചർച്ചയായി എന്നുള്ളതാണ് പ്രത്യേകത. പാർട്ടി കമ്മിറ്റികളിലെ വിശകലനവും തെറ്റുതിരുത്തൽ നടപടികളും കീഴ്ഘടകങ്ങളിലേക്ക് വിശദീകരിക്കാനിരിക്കവെയാണ് P ജയരാജനെതിരെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നു തുടങ്ങിയത്. തോൽവി ചർച്ച ചെയ്യുവാൻ ചേർന്ന സംസ്ഥാന സമിതിയിലും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലുമൊക്കെ EP ജയരാജനെതിരെയും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും ഏറ്റവും കൂടുതൽ വിമർശനമുയർത്തിയ വ്യക്തി എന്ന് പറയപ്പെടുന്നത് മറ്റാരുമല്ല, സഖാവ് P ജയരാജനായിരുന്നു. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളിൽ തുടങ്ങിയ ആരോപണങ്ങൾ ഇപ്പോൾ P ജയരാജൻ്റെ മകനിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതോടെ മക്കളിൽ കുടുങ്ങിക്കിടക്കുകയാണ് കണ്ണൂരിലെ CPM രാഷ്ട്രീയം എന്ന് പറയാം. ഒറ്റപ്പെട്ടു പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ P ജയരാജൻ മാത്രമാണ്. കാരണം CPM സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള P ജയരാജൻ്റെ മകൻ ജെയിൻ രാജിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട് എന്നും സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ കോർഡിനേറ്ററാണ് എന്നും മുൻ DYFIയുടെ നേതാവും CPM-ൻ്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന മനു തോമസിൻ്റെ വെളിപ്പെടുത്തലാണ് ഇതിനിടയാക്കിയിരിക്കുന്നത്. P ജയരാജൻ്റെ ഫാൻസ് ഗ്രൂപ്പായിട്ടുള്ള റെഡ് ആർമി നിയന്ത്രിക്കുന്നത് മകൻ ജെയിൻ രാജാണ് എന്ന് വരെ മനു തോമസ് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് മനു തോമസ് P ജയരാജനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയുടെ താഴെ തട്ടിൽ വരെ ഇപ്പോൾ ചർച്ചയായത് എന്നുള്ളതാണ്. ഇതോടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുണ്ടായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിയത് CPM-ന് തെല്ല് ആശ്വാസമുണ്ടാകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. P ജയരാജനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുതിർന്ന നേതാക്കൾ മൗനം പാലിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. ചില മുതിർന്ന നേതാക്കളുടെ മൗനസമ്മതം മനുവിൻ്റെ ആരോപണത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ P ജയരാജനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷാഫി, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള അർജുൻ ആയങ്കി, ഷുഹൈബ് വധക്കേസിലെ പ്രതിയായിട്ടുള്ള ആകാശ് തിലങ്കേരി എന്നിവരും രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ്, ഓർക്കുക. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ അനുകൂല സമൂഹ മാധ്യമ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷമെന്ന് തോന്നുന്ന പല ഗ്രൂപ്പുകളും വിലയ്ക്ക് വാങ്ങപ്പെട്ടവയാണ് എന്ന് MV ജയരാജൻ്റെ ആരോപണമുണ്ടായി. പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതിർ തുടങ്ങിയ ഗ്രൂപ്പുകൾക്കെതിരെയായിരുന്നു അപ്പോഴത്തെ അയാളുടെ ആരോപണം. എന്നാൽ ഇത്തരം സൈബർ ഗ്രൂപ്പുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് P ജയരാജൻ്റെ മകൻ ജെയിൻ രാജ് ആണെന്ന് മനു തോമസ് വെളിപ്പെടുത്തിയതുകൂടിയാണ് കളം മാറുന്നത്. ഇതോടെ MV ജയരാജൻ്റെ സൈബർ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ആരോപണവും P ജയരാജൻ്റെ നേർക്കായിരുന്നു എന്ന നിലയിലേക്കെത്തി. 2019-ൽ P ജയരാജനെ പാർട്ടി കണ്ണൂർ സെക്രട്ടറി ജില്ലാ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നിൽ വ്യക്തിപൂജാ വിവാദം മാത്രമല്ല കാരണമെന്നാണ് മനു തോമസിൻ്റെ വെളിപ്പെടുത്തലിൽ വരുന്ന വിവരമെന്ന് പറയപ്പെടുന്നത്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം വരെ അതിന് കാരണമായി പറയുന്നുണ്ട്. മനു തോമസ് ആരോപണം ഉന്നയിച്ച യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജർ P ജയരാജൻ്റെ അടുത്ത അനുയായിയാണ്. 2021-ൽ ചേർന്ന പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ P ജയരാജൻ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന് ഒരു മുതിർന്ന നേതാവ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് യോഗത്തിൽ അന്ന് P ജയരാജനും ആരോപണം ഉന്നയിച്ച നേതാവും കയ്യാങ്കളിയിൽ വരെ എത്തിയത് ചരിത്ര സംഭവമാണ്. തുടർന്ന് അതൃപ്തിയിലായിരുന്ന P ജയരാജൻ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴാണ് വീണ്ടും പാർട്ടിയിൽ സജീവമായി തുടങ്ങിയത് എന്നുള്ളതാണ്. എന്നാൽ P ജയരാജനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ CPM നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. CPM-ൻ്റെ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടന്ന സ്ഥലം. CPM നേതൃനിരയിലെ ഒരുപറ്റം കരുത്തന്മാർ കണ്ണൂരിൽ നിന്നായിരുന്നു വന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നാൽ ചിലത് കൂടിയുണ്ട് പറയുവാൻ. കണ്ണൂരിനെക്കുറിച്ച് പറയാൻ CPM-ൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കണ്ണൂർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടന്ന സ്ഥലം, CPM നേതൃനിരയിലെ ഒരുപറ്റം കരുത്തന്മാർ കണ്ണൂരിൽ നിന്നെത്തിയവരായിരുന്നു. അതിൽ 2 മുഖ്യമന്ത്രിമാർ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വർത്തമാനകാലത്ത് കണ്ണൂരിലെ CPM-ൻ്റെ ശക്തി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ കഴിഞ്ഞാൽ 3 ജയരാജന്മാരിലായിരുന്നു. അണികളുടെ അംഗീകാരം കൊണ്ടും നേതൃശേഷി കൊണ്ടും CPM-ന് കരുത്താണ് EP ജയരാജനും P ജയരാജനും MV ജയരാജൻ എന്ന് പറയുന്ന ഈ ജയരാജത്രയങ്ങൾ. എന്നാൽ ഇവരുടെ ചില പ്രവർത്തികളും പ്രസംഗങ്ങളുമെല്ലാം പലപ്പോഴും പാർട്ടിക്ക് തലവേദനയായിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ പിണറായി വിജയൻ എന്ന CPM-ലെ അധികായനൊപ്പം 2 പേർ നിൽക്കുമ്പോൾ മൂന്നാമൻ ഗുഡ് ബുക്കിൽ നിന്ന് പുറത്താണ്. ജയരാജന്മാരിൽ പാർട്ടിയിൽ സീനിയർ EP ജയരാജനാണ്. നിലവിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം, താഴെത്തട്ട് മുതൽ പിണറായി വിജയനൊപ്പം പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ്. എതിരാളികളുടെ വെടിയുണ്ടയെ അതിജീവിച്ച നേതാവ്.
പിണറായിയുള്ള അടുപ്പം പാർട്ടിയിലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുമെല്ലാം ഇ പിക്ക് ഗുണം ചെയ്തു. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പിന്റെ ചുമതലയും രണ്ടാം സ്ഥാനവും ബന്ധുനിയമനത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നുവെങ്കിലും പിന്നീട് മന്ത്രിസ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്ത ഒരു നേതാവ്. ഇ പി ജയരാജനെ പാർട്ടിയെ പ്രതികൂട്ടിലാക്കിയ നിരവധി സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രസംഗത്തിന്റെ പേരിലും ചിലരുമായിട്ടുള്ള ബന്ധങ്ങളുടെ പേരിലുമൊക്കെയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കട്ടൻ ചായയും പരിപ്പോടയും കഴിച്ച് പാർട്ടി വളർത്താൻ കഴിയില്ല എന്ന ഇ പിയുടെ പ്രസംഗം വലിയ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. ദേശാഭിമാനി ജനറൽ മാനേജറായിരുന്ന കാലത്ത് ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും ബോണ്ട് വാങ്ങിയതും നയനാർ ഫുട്ബോൾ ടൂർണമെന്റിന് പണപ്പിരിവും ഒടുവിൽ വിവാദ വ്യവസായിയായിട്ടുള്ള ചാക്ക് രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണന് ദേശാഭിമാനി കെട്ടിടം വിറ്റതും വരെ വിവാദങ്ങളായി. ഇ പിയുടെ ഭാര്യയുടെയും മകൻ്റെയും പേരുള്ള വൈദേകം റിസോർട്ടിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും CPM-ന് വലിയ തലവേദനയാക്കി മാറ്റി എന്നുള്ളതാണ്. അവസാനം വൈദേകത്തിലെ ഷെയർ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നിരാമയ ഗ്രൂപ്പിന് വിറ്റതും പ്രതിപക്ഷം വലിയ ആയുധമാക്കി മാറ്റി തിരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതാണ്. പിണറായി വിജയനോടൊപ്പം നിന്ന നേതാവാണെങ്കിലും ഇ പിക്ക് ഇപ്പോൾ ആ അടുപ്പം പിണറായിയുമായിട്ട് ഇല്ല എന്നുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണന് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഇ പി പ്രതീക്ഷിച്ചതാണ്. എന്നാൽ അത് ലഭിച്ചില്ല. തന്നേക്കാൾ ജൂനിയറായ MV ഗോവിന്ദൻ ആ സ്ഥാനത്തേക്കും തുടർന്ന് PB-യിലേക്കും പോകുന്നത് ഇ പി നോക്കി നിൽക്കേണ്ടി വന്നു. ഇതോടെ പാർട്ടി വേദികളിൽ നിന്നകന്ന ഇ പിയെ ഇടത് കൺവീനറാക്കിയാണ് പിണറായി മടക്കിക്കൊണ്ടുവന്നത് എന്നുള്ളതാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP സ്ഥാനാർത്ഥികളെ പ്രശംസിച്ചതും ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധവും വലിയ ചർച്ചയായി. ഒപ്പം BJP പ്രവേശനത്തിനായി പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി എന്നുള്ള വിവാദം കൂടി വന്നതോടെ അത് പുറത്തു വന്നതോടുകൂടി പിണറായി തന്നെ ഇ പിയെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പിയെ നീക്കുന്നതിൽ അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ ഇ പിയെ പുറത്താക്കുകയും ചെയ്യും. കണ്ണൂർ രാഷ്ട്രീയത്തിൽ അണികളുടെ പിന്തുണയുള്ള മറ്റൊരു നേതാവ് പി ജയരാജനാണ്, പ്രത്യേകിച്ചും യുവാക്കളുടെ പിന്തുണ. ഇത് തന്നെ പലപ്പോഴും ജയരാജന് തലവേദനയുമായിട്ടുണ്ട് എന്നുള്ളതാണ്. പലവട്ടം RSS വധശ്രമങ്ങൾ നേരിട്ട നേതാവ് കൂടിയാണ് പി ജയരാജൻ. ഒരു തിരുവോണ നാളിൽ വീട്ടിൽ കയറി ആക്രമിച്ച RSS ഗുണ്ടകൾ ജയരാജൻ മരിച്ചു എന്ന് കരുതിയാണ് ഉപേക്ഷിച്ചു പോയത്. എന്നാൽ അവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള പോരാട്ട വീര്യം പി ജയരാജൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നും അന്നത്തെ ആക്രമണത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളുമായാണ് ജയരാജൻ ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അണികൾക്കെപ്പോഴും ആവേശവും ആശയുമാണ് ജയരാജൻ. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പി ജയരാജൻ എപ്പോഴും ആരോപണങ്ങളുടെ കേന്ദ്രമായി വർത്തിച്ചിട്ടുമുണ്ട്. പി ജയരാജൻ നേതൃത്വത്തിന് തലവേദനയായതോടുകൂടിയാണ് ഒതുക്കൽ നടപടികൾ ആരംഭിച്ചതും അദ്ദേഹത്തെ ഒതുക്കി മൂലക്കിരുത്തിയതും. അണികൾ ജയരാജനെ പ്രശംസിച്ച് പാട്ടെഴുതിയോടെ വ്യക്തിപൂജ എന്നാരോപിച്ച് ജയരാജനെതിരെ ആദ്യ നടപടിയുണ്ടായി. ഒരു ഫ്ലക്സ് ബോർഡിൽ ജയരാജനെ വാനോളം പുകഴ്ത്തിയതും അതിലെ ചിത്രവുമൊക്കെയാണ് അന്ന് വിനയായി തീർന്നത് എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്നും പി ജയരാജനെ ഒഴിവാക്കുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയായിരുന്നു മാറ്റി നിർത്തപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തി. എന്നാൽ തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ആ സ്ഥാനം തിരികെ നൽകിയതുമില്ല. അപ്പോൾ മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം നൽകി ജയരാജനെ വീണ്ടും ഒതുക്കി. ഇതും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിവാക്കാനാണ് എന്നുള്ള വിമർശനം വരെ ഉണ്ടായി. ആകാശ് തില്ലങ്കേരി പോലെയുള്ള കൊട്ടേഷൻ സംഘങ്ങളുടെ നേതാവാണ് എന്ന പരാമർശവും പി ജയരാജൻ നേരിടേണ്ടി വന്ന കാലഘട്ടമാണിത്. ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയ മനു തോമസ് അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ തന്നെ പി ജയരാജനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കോറി മാഫിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, കൊട്ടേഷൻ ടീമിനെ നയിക്കുന്നു എന്നതുകൂടാതെ പി ജയരാജൻ്റെ മകൻ ജയൻ രാജ് സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ നേതാവാണ് എന്നുവരെ മനു തോമസ് ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോക്സഭാ തോൽവിക്ക് പിന്നാലെ പിണറായി വിജയനെ വിമർശിച്ച് സംസ്ഥാന സമിതിയിൽ സംസാരിക്കുകയും KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ പി ജയരാജനെ പ്രതിസന്ധിയിലാക്കി അത്തരത്തിലുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതേണ്ടി വരും. താരതമ്യേന പാർട്ടിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന നേതാവാണ് MV ജയരാജൻ. എങ്കിലും പ്രസംഗങ്ങളിലെ വീഴ്ച CPM-നെ പലപ്പോഴും പ്രതിരോധത്തിൽ ആക്കിയിട്ടുണ്ട്. ജഡ്ജിമാർക്കെതിരായ ചുംബൻ പരാമർശം രാജ്യവ്യാപകമായി ചർച്ചയായി. ചുംബൻ വിളിയിൽ ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങിയത് MV ജയരാജന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ച സംഭവമായിരുന്നു. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടത്തിൽ കണ്ണൂരിൽ നയിച്ച് MV കയ്യടി നേടിയിട്ടുമുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഈ MV ജയരാജൻ. ആ ചുമതല മികവുറ്റ രീതിയിൽ നിർവഹിച്ചതിൻ്റെ പരിഗണന പാർട്ടിക്ക് ഇപ്പോഴും MV ജയരാജനോട് ഉണ്ട് താനും. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ 3 ജയരാജന്മാരും കണ്ണൂരിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ പലപ്പോഴും കണ്ണൂരിൻ്റെ മുഖം ഇവർക്കുണ്ടായിരുന്നു. കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഇവരുടെ പേരുകളുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ജയരാജ ത്രയങ്ങൾ എപ്പോഴും കണ്ണൂരിലെ CPM-നും കേരള സംസ്ഥാന CPM-നും തലവേദനയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കനത്ത പരാജയത്തിലേക്ക് എത്തപ്പെട്ട CPM-നെ ഒരിക്കലും ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ ഇനി ഒരിക്കലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പുകളും വിജയിക്കാൻ കഴിയില്ല എന്നുള്ള മുദ്ര കുത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം എല്ലാ ജില്ലാ കമ്മിറ്റികളും
അവരുടെ യോഗങ്ങളിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് ഇത് പരാജയപ്പെട്ടിരുന്നത്, ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടത്. അപ്പോൾ പരാജയപ്പെട്ടതിൻ്റെ കാരണം പിണറായിയുടെ തലയിലേക്ക് കൃത്യമായി അടിച്ചേൽപ്പിക്കുവാൻ പി ജയരാജനെ പോലുള്ളവർക്ക് കഴിഞ്ഞു. പക്ഷേ അങ്ങനെ പി ജയരാജൻ സ്കോർ ചെയ്ത് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണിതായപ്പോൾ പി ജയരാജനെതിരെയുള്ള അലിഗേഷൻസ്, ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഈ ആരോപണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ് എന്നിപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന് പിന്നിൽ മുതിർന്ന നേതാക്കളുടെ ഇടപെടലുകൾ മനു തോമസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നുണ്ടോ? അത്തരത്തിലാണോ മനു തോമസ് ജെയിൻ രാജിനെതിരെ അടക്കമുള്ള വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്? പി ജയരാജൻ്റെ രാഷ്ട്രീയ ഭാവിയുമൊക്കെ എന്താകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയുകയും ചെയ്യാം.